ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നോ? അപ്പോൾ കുറേ നാളായിട്ട് നമുക്ക് ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ല, ഇടാൻ പറ്റണില്ല, കുറേ തിരക്കുകൾ കേട്ടോ. അപ്പോൾ ബിസിനസ്സൊക്കെ അൽഹംദുലില്ലാ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ബ്യൂട്ടീഷ്യൻ്റെ കോഴ്സ് കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ ബിസിയായി പോകുന്നതുകൊണ്ട് വീഡിയോ എടുത്ത് വെച്ചാലും ചിലപ്പോൾ ഇടാൻ കഴിയാറില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കടയിലേക്ക് കുറേ സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. ഹോൾസെയിൽ ഷോപ്പിക്ക് കൊടുക്കാനുള്ള ഐറ്റംസാണ് കേട്ടോ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പാക്കിങ് ഞാനല്ല ചെയ്യുന്നത്. മുന്നേ നമ്മളെ വീട്ടിലായിരുന്നു പാക്കിങ് ഞാൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സാധനങ്ങൾ കൊടുക്കലും പിന്നെ നമുക്ക് ഷോപ്പുള്ളതുകൊണ്ട് അവിടത്തേക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ പോകും കേട്ടോ. അപ്പോൾ പോയി വരുമ്പോൾ കുറേ അധികം സമയം അങ്ങനെ അങ്ങ് പോവും. പിന്നെ രാവിലെ മക്കളെ സ്കൂളിൽ കൊണ്ടുവിടലും ഒരു 3:45-4 മണിയാകുമ്പോൾ വിളിച്ചുകൊണ്ട് വന്ന് മദ്രസയ്ക്കൊക്കെ വിട്ട് അതൊക്കെ കഴിഞ്ഞ് തിരക്കുകളൊക്കെ ഒഴിഞ്ഞ ശേഷം എനിക്ക് പാക്ക് ചെയ്യാനിരിക്കാൻ സമയം കിട്ടലുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് കടയിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ ഒരു പാക്കിങ്ങിനായിട്ടൊരു സ്റ്റാഫിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഴ്ചയിൽ ഒരു 2 ടൈമൊക്കെ ആയിരിക്കും അവർ പാക്ക് ചെയ്യാൻ വരിക. എന്താ വെച്ചാൽ നമുക്ക് ഡെയിലി ഒരു സെയിൽ ഇല്ല, അതിന് പോകാൻ ടൈം കിട്ടുന്നില്ല കേട്ടോ. ഡെയിലി എന്താ വെച്ചാൽ ഇവിടെ ഒന്നില്ലെങ്കിൽ പാക്ക് ചെയ്തായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. എന്താ വെച്ചാൽ പഠിക്കാൻ പോകുന്നതുകൊണ്ട് ഒന്നരാടം ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് ഡെയിലി നമുക്ക് സെയിൽ നടക്കില്ല. ക്ലാസ്സുള്ള ദിവസമാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം നമുക്ക് സാധനമൊക്കെ കൊണ്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാക്ക് ചെയ്തായാൽ മാത്രമേ നമുക്ക് സെയിലിന് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ വലിയൊരു ബിസിനസ്സല്ല, ഞാൻ വീട്ടിലിരുന്ന് എനിക്കൊരു വരുമാനം കേട്ടോ. അപ്പോൾ കുറേ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊക്കെ കയറി ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൂടെ കുറച്ച് കടകളുണ്ട്. അപ്പോൾ റീറ്റെയിൽ കൊടുക്കുന്ന കണക്കല്ല, ഹോൾസെയിലിൽ റേറ്റ് മാറ്റം വരും. അതുപോലെ ഐറ്റം കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇന്ന് 10-20 ബോർഡുണ്ട് 2 ഷോപ്പിലേക്കുള്ള സാധനങ്ങളാണിതൊക്കെ. പിന്നെ നമ്മളെ ടൗണിൽ എക്സിബിഷനൊക്കെ നടക്കുന്നതുകൊണ്ട് ഫെസ്റ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പരിസരത്തുള്ള കടകളിലൊക്കെ പെട്ടെന്ന് നമ്മുടെ ഈ ഐറ്റംസൊക്കെ തീരുന്നുണ്ട്. എന്താ വെച്ചാൽ നല്ല ആളുകൾ വരുന്നൊരു ടൈമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സാധനങ്ങൾ തീരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സാധനങ്ങൾ കൊണ്ടുവച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഫുള്ള് ബിസിയായി പോയത് കാരണം ഞാൻ പാക്കിങ്ങിനായിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ പാക്ക് ചെയ്ത് തരുന്നത്. അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഐറ്റംസ് വേണമെങ്കിലും ഞാൻ അവിടെ ചെന്ന് എടുക്കണം കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പെട്ടെന്ന് കൊണ്ടുപോകുന്ന കണക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. വേണമെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് വേണം ഇതൊക്കെ എടുക്കാൻ കേട്ടോ. അതുപോലെ പാക്കിങ്ങിനും എനിക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും വരാൻ പറ്റില്ല. ആൾ തന്നെ ഫുള്ള് പാക്ക് ചെയ്ത് ബോർഡിലും ആക്കി തരും. ഞാൻ ബോർഡെല്ലാം മേടിച്ച് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയൊരു വരുമാനം കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ സുഹൃത്തിനും കൂടെ ചെറിയൊരു വരുമാനം കേട്ടോ. അപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് മക്കൾ വീട്ടിൽ തന്നെ ഉണ്ട്. വിചാരിച്ച പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്നില്ല കേട്ടോ. ചെറുതാണെങ്കിൽ അംഗൻവാടിയിലൊക്കെ കൊണ്ടുവിടാൻ തുടങ്ങി. പിന്നെ സ്കൂളിലൊരു ടൈമാണ് കേട്ടോ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. രാവിലെ ജോലിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി ടൈം ഫ്രീ ആയിട്ട് കിട്ടും. ഇപ്പം അവരവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ച ടൈമിൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട്. പിന്നെ തക്കടുവിൻ്റെ കാര്യം പറയണ്ടല്ലോ, തക്കട് ഭയങ്കര നിർബന്ധമാണ്. ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്ത് ചില സമയത്തൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫ്രണ്ടിൻ്റെ മോനുണ്ട്, മോൻ്റെ കൂടെ ഇരുന്ന് കളിക്കും. അല്ലാത്ത സമയത്ത് എന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ വിടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവസാനം അൺസഹിക്കബിളാണ്, ഞാൻ അംഗൻവാടി കൊണ്ടുവിട്ട് ഇപ്പോൾ അംഗൻവാടി പോകുന്നുണ്ട് കേട്ടോ. ശല്യം ഒഴിവാക്കാനല്ല, നമുക്ക് കുട്ടികൾക്ക് എന്തായാലും 3 വയസ്സ് കഴിഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ അംഗൻവാടിയിലൊക്കെ പോയി തുടങ്ങിയാലാണ് അടുത്ത ഒരു സ്കൂൾ ഓപ്പണിങ്ങിൽ സ്കൂൾ വിടാനായിട്ട് പറ്റുള്ളൂ. ആ മനസ്സിലെ മടിയൊക്കെ അങ്ങോട്ട് മാറട്ടെ. വീട്ടിലിരുന്നിട്ട് ആകെ
മൊത്തത്തിൽ ഇടങ്ങേറാക്കണ് എന്നെ ഉമ്മയൊക്കെ കേട്ടോ. പിന്നെ നമ്മുടെ ബിസിനസ്സിലോട്ട് വരാം. കുറേ പേര് കുറേ ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റ് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ചോദിച്ച് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ പ്രോഡക്റ്റ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ബിസിനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറേ ടെസ്റ്റുകളും ഇതൊക്കെ ചെയ്തിട്ട് വാക്സിനേഷനും ഇതൊക്കെ എടുത്ത് ആ ലൈസൻസൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുക കേട്ടോ, സംരംഭമായിട്ട്. ഇത് നമ്മൾ വന്നിട്ട് ജസ്റ്റ് റീപാക്കിംഗ് ആണ്. അപ്പോൾ ഹോൾസെയിലായിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കവറിലാക്കിയിട്ട് ബോർഡ് അടിച്ചിട്ട് കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഏകദേശമൊക്കെ എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ കടയിൽ നിന്ന് കോള് വരുന്നു കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ തീർന്ന് പെട്ടെന്ന് കൊണ്ടുവരുമോ, ടൗണിൽ നിന്നാണ് കേട്ടോ വിളിച്ചത്. ടൗണിലാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എന്താ വെച്ചാൽ ഈ ഫെസ്റ്റൊക്കെ നടക്കുന്നതുകൊണ്ടേ നല്ല തിരക്കുണ്ട് കേട്ടോ. നമുക്ക് വണ്ടി തന്നെ ഓട്ടിച്ച് അവിടെ എത്താൻ ബുദ്ധിമുട്ടാണ്, അത്രയും ടൗണിൽ നല്ല തിരക്കാണ്. പിന്നെ അവർക്ക് വേണ്ട കൂടെ എടുത്ത് ഞാൻ അതിലെല്ലാം ലേബലിട്ട് ബോർഡ് അടിച്ചു കേട്ടോ. അപ്പോൾ FSI ലൈസൻസ് മസ്റ്റാണ് ഇത് ചെയ്യാനായിട്ട്. പണ്ടൊക്കെ ഈ പട്ടാണി ഇതൊക്കെ കവറിലാക്കിയിട്ട് കയറിൽ ഇങ്ങനെ കെട്ടി കെട്ടി തൂക്കിയിട്ട് കടകളിൽ കൊണ്ടുവയ്ക്കും കേട്ടോ. അപ്പോൾ അന്നൊന്നും ഈ ഒരു ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ FSI നിർബന്ധമാണ്. പിന്നെ ഇപ്പോഴും ആ ഒരു ഐറ്റം പല കടകളിലും ചെറിയ ചെറിയ കടകളിലൊക്കെ കിടക്കൽ കാണുന്നുണ്ട് കേട്ടോ. ഈ കയറിലിങ്ങനെ കോർത്ത് ഈ മറ്റേ ചികട, പട്ടാണി അങ്ങനത്തെയുള്ള ഐറ്റംസൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ പല ജില്ലകളിൽ ഇരുന്ന് കാണുന്നവരായിരിക്കും. നമ്മൾ പണ്ട് തൊട്ടേ പാലക്കാടായതുകൊണ്ട് ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.